വീണ്ടും ഒരു വൺ ഡേ ട്രെക്കിങ്ങിനായി ഇറങ്ങിയതാണ്. എറണാകുളം നിന്ന് തുടങ്ങി പാലക്കാടും സേലം എല്ലാം കടന്ന് ദ ടെമ്പിൾ ടൗൺ എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലോട്ടാണ് ഈ ഒരു യാത്ര. അരുണാചലേശ്വർ തുടങ്ങി അനേകം പേര് കേട്ട അമ്പലങ്ങൾ ഇവിടെ ഉണ്ട്. തിരുവണ്ണാമലയിൽ നിന്ന് 30 കിലോമീറ്റർ അകലത്തിലുള്ള തെന്മത്തിമംഗലം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മല്ലികാർജുന ക്ഷേത്രത്തിൽ നമുക്കെത്തണം. ഐതിഹ്യങ്ങൾ പ്രകാരം സഞ്ജീവനി മലയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ മലകളെ വിശ്വാസികൾ കാണുന്നത്. ശിവനെ ആരാധിക്കാനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് സിദ്ധന്മാർ പണിതീർത്തതാണ് ഈ ഒരു ക്ഷേത്രം. സീ ലെവലിൽ നിന്ന് 4500 അടി ഉയരത്തിൽ കോടമഞ്ഞിൻ്റെ മറവിൽ 1200 പടികളും കാടും പാറകളെല്ലാം കടന്ന് നമ്മളെത്തുന്ന ഈ ഒരു ക്ഷേത്രം എന്നറിയപ്പെടുന്നത് പർവ്വതമല എന്നാണ്. പുരാണവും ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒപ്പം അഡ്വഞ്ചർ ട്രെക്കിങ്ങും ചേർന്ന് പർവ്വതമല ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ആലുവയിൽ നിന്നാണ് ഈ ഒരു യാത്രയുടെ തുടക്കം. ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ ഒരു ട്രെക്കിംഗ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു ഇതിലാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഞാനും റോമി ബ്രോയുമാണ് ഈ ഒരു യാത്രയിലുള്ളത്. അപ്പോൾ നമുക്ക് തിരുവണ്ണാമലയിലോട്ട് ഡയറക്റ്റ് ട്രെയിൻസ് കുറവാണ്. അതുകൊണ്ട് ഇവിടുന്ന് സേലം ചെന്നിട്ട് അവിടുന്ന് ബസ്സിന് പോകാനാണ്. 1742 നമ്പറിലുള്ള കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ട്രെയിനിലാണ് ഈ ഒരു യാത്ര. അപ്പം എറണാകുളത്ത് ഉച്ചയ്ക്ക് 1:40 എത്തി സേലം ഏകദേശം രാത്രി 9:30 ആകുമ്പോൾ എത്തുന്ന രീതിക്കാണ് ഈ ഒരു ട്രെയിനിൻ്റെ ഷെഡ്യൂൾ. ഞാനും റോമി ബ്രോയുമാണ് ഈ ഒരു യാത്രയിലുള്ളത്. ഞങ്ങൾ രണ്ടും ലേറ്റ് ആയിട്ടാണ് ആലുവയിലോട്ട് എത്തിയത്. പക്ഷേ ട്രെയിൻ അരമണിക്കൂർ ലേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ലേറ്റായിട്ട് വന്നെങ്കിലും സേലത്ത് സമയത്ത് തന്നെ ട്രെയിൻ എത്തിയിരുന്നു. സേലം നിന്ന് തിരുവണ്ണാമല ഏകദേശം ഒരു 4-4.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ന്യൂ ബസ് സ്റ്റാൻഡിലോട്ട് നമുക്ക് ഓട്ടോ എടുക്കാം. അവിടുന്ന് നമുക്ക് തിരുവണ്ണാമലയ്ക്ക് ഡയറക്റ്റ് ബസ്സസ് അവൈലബിൾ ആണ്. ബസ് നമ്പർ 437, 438 എല്ലാം തന്നെ തിരുവണ്ണാമലയിൽ പോകുന്നതാണ്. അതുപോലെ കാഞ്ചീപുരം പോകുന്ന എക്സ്പ്രസ് ബസ്സുകൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ നമുക്ക് എത്താൻ സാധിക്കും. ഗവൺമെൻറ് ബസ് കൂടാതെ തന്നെ ഒരുപാട് AC സ്ലീപ്പർ ബസ്സുകളും കോയമ്പത്തൂർ നിന്നും സേലം നിന്നും തിരുവണ്ണാമലയ്ക്ക് ഉണ്ട്. ന്യൂ ഇയറിൻ്റെ അന്ന് രാവിലെ 5:30 ആയപ്പോൾ ഞങ്ങൾ തിരുവണ്ണാമല ബസ് സ്റ്റാൻഡിലെത്തി. ഞങ്ങൾ എത്തുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് ഒരു ബസ് പോയെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. അപ്പം അടുത്ത ബസ് 6:15 എടുക്കുന്നത്. അത് ഇവിടുത്തെ സർക്കാരിൻ്റെ ബസ്സാണ്. ബസ് നമ്പർ 316 വരുന്ന ഒരു ബസ്സായിരുന്നത്. നമുക്ക് പോകേണ്ടത് തെന്മത്തിമംഗലം എന്ന വില്ലേജിലോട്ടാണ്. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഏറ്റവും എളുപ്പം സേലം വന്നിട്ട് അവിടുന്ന് ബസ് എടുക്കുകയാണ്. അതുപോലെ ചെന്നൈ പോണ്ടിച്ചേരി ഏരിയയിൽ നിന്ന് തിരുവണ്ണാമലയ്ക്ക് ഡയറക്റ്റ് ബസ്സും അവൈലബിൾ ആണ്. തിരുവണ്ണാമല ബസ് സ്റ്റാൻഡിൽ നിന്ന് 30 കിലോമീറ്ററാണ് തെന്മത്തിമംഗലം വില്ലേജ് വരെയുള്ളത്. ആ ഒരു വില്ലേജിൻ്റെ ബേസിൽ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3/4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി. അവിടെ ടൗണിൽ എത്തിയപ്പോൾ തന്നെ ഷെയർ ഓട്ടോ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഓട്ടോ നിറയുമ്പം ഇവരെ നമ്മളെ ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോകും. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് വരുന്നത്. പൊതുവേ ഞങ്ങൾ ക്രൗഡില്ലാത്ത ദിവസമൊക്കെ നോക്കിയാണ് ട്രക്കിങ്ങിന് പോകാറ്. അപ്പോൾ ഇതൊരു ന്യൂ ഇയർ ഇട ദിവസമായതുകൊണ്ട് അധികം തിരക്കൊന്നും കാണത്തില്ലെന്നാണ് ഓർത്തത്. പക്ഷേ തമിഴ്നാട്ടിൽ 31-ാം തീയതിയും 1-ാം തീയതിയും തന്നെ അവധിയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ക്ഷേത്രം കയറാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷെയർ ഓട്ടോയിൽ നമുക്ക് 1.5 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. തെന്മത്തിമംഗലം ഗ്രാമത്തിൻ്റെ ബേസ് തൊട്ട് ശ്രീ പച്ചയമ്മൻ ടെമ്പിൾ വരെയാണ് ഈ ഒരു യാത്ര. തിരുവണ്ണാമല ടൗൺ അല്ലെങ്കിൽ തെന്മത്തിമംഗലം വില്ലേജിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. കാരണം ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അധികം ഓപ്ഷൻസ് ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് വെള്ളവും അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ചെറിയ കടകൾ ഈ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തും നമ്മൾ ട്രക്ക് ചെയ്യുമ്പോഴെല്ലാം തന്നെ ഉണ്ടാവും. ഇവിടെ എൻട്രി ഫീ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ക്യാരി ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന് പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ഈ പ്ലാസ്റ്റിക്സ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ പൈസ റീഫണ്ടായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു മല കയറാൻ വലിയൊരു ക്രൗഡ് തന്നെ അമ്പലത്തിൻ്റെ മുമ്പിലെ ഗേറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവർ ആ ഒരു അമ്പല പരിസരത്തൊക്കെ നിന്നുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അവരെ ഓവർടേക്ക് ചെയ്ത് കുറച്ച് സ്പീഡിൽ ഇങ്ങ് നടന്നു പോന്നു. ഗേറ്റിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടക്കുമ്പം വീരഭദ്രർ എന്ന് പറയുന്ന ഒരു ചെറിയ ടെമ്പിൾ എത്തും. അവിടെ നിന്നാണ് നമുക്ക് സ്റ്റെപ്പുകൾ തുടങ്ങുന്നത്. 1200 സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. സ്റ്റെപ്പ് തീരുമ്പോൾ നമ്മൾ ടോപ്പിലെത്തത്തില്ല. സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെയും ഫോറസ്റ്റ് ട്രയലുണ്ട്. മൊത്തത്തിൽ കോട മൂടി കിടക്കുമായിരുന്നു. സൺറൈസ് കാണാമെന്നൊക്കെ ഓർത്തായിരുന്നു ഞങ്ങൾ നേരത്തെ വന്നത്. പക്ഷേ ഇവിടെ ഈ മൂടി കിടക്കുന്നതുകൊണ്ട് സൺറൈസ് എന്തായാലും കാണാൻ പറ്റത്തില്ലെന്ന് ഉറപ്പായി. തമിഴ്നാട്ടിൽ നൈറ്റ് ട്രെക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ട്രയൽ ഇതാണ്. രാത്രിയും അതുപോലെ ഏർലി മോർണിംഗ് ഒക്കെ ഒരുപാട് പേര് ഇവിടെ മല കയറാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഇത്രയും തിരക്ക് കാണത്തില്ല. ഇവിടെ അവധി ദിവസങ്ങൾ അത്യാവശ്യം തിരക്കുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇവിടുത്തെ ഒരു സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി വരെയാണ്. നല്ല സൺറൈസ് വ്യൂവും അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റും ഈ ഒരു സീസണിലാണ്. ഈ ഒരു പർവ്വതമലയിൽ കയറാൻ കടലടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു വഴിയും കൂടെയുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു കോമൺ ജംഗ്ഷനിലാണ് എത്തുന്നത്.
അപ്പം അവിടെയും വരെ ഈ ഒരു കണ്ടിന്യൂസ് കയറ്റമുണ്ട്. നമുക്കിവിടെ നടുക്കൂടെ ഹാൻഡ് റെയിൽസ് വെച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ മലയാറ്റൂർ മലയൊക്കെയാണ് ഓർമ്മ വന്നത് ആ ഒരു പാത്ത് കണ്ടപ്പം. ഏകദേശം ആ ഒരു ജംഗ്ഷൻ എടുക്കാറാകുമ്പോൾ നമുക്ക് ദൂരെയായിട്ട് ആ തിരുവണ്ണാമലയുടെ ആ ടോപ്പ് വിസിബിളായി തുടങ്ങും. കോടയിൽ മൂടി കിടക്കുമായിരുന്നു. ഈ ഒരു ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഏകദേശം ഒരു 70 ഡിഗ്രിയോളം വരുന്ന ക്ലൈമ്പിംഗ് ആണ്. ഇവിടെയും നമുക്കിതുപോലെ അയൺ ബാർസും അതുപോലെ തന്നെ ലാഡറും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഈ ഒരു ഹൈക്കിങ്ങിലെ ഏറ്റവും ബെസ്റ്റ് പോർഷൻ എന്ന് പറയുന്ന ഈ ഒരു ക്ലൈമ്പാണ്. ഇത് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ. ഈ ഒരു വലിയ ഹില്ലും കൂടെ കടന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലോട്ടാണ് എത്തുന്നത്. പക്ഷെ നിങ്ങൾക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്രൗഡ് കാണാം. ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത്ര പ്രോപ്പറായിട്ടൊരു എക്സ്പീരിയൻസ് കിട്ടാഞ്ഞത്. സംഭവം അടിപൊളിയായിരുന്നു. പക്ഷേ ഇതുപോലെ ഇവിടെ അങ്ങനെ ആരും അങ്ങനെ ക്യൂ ഒന്നും നിൽക്കത്തില്ല. ഇത്രയും ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു പോർഷൻ വരുമ്പോഴും ഇടിച്ച് കയറാനും തള്ളി മാറ്റാനൊക്കെ നോക്കുന്നുണ്ടായി. ഒന്നാമത് ഇത്രയും ക്രൗഡ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു ക്രൗഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം നോക്കി വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്യൂ ഒക്കെ തെറ്റിച്ച് പോയ കുറച്ച് യങ്സ്റ്റേഴ്സിനോട് റോമി ബ്രോ ഇത് പ്രോപ്പർ രീതിയൊന്നുമല്ല, കറക്റ്റ് എല്ലാവരും ക്യൂ പാലിക്കാനൊക്കെ പറയുന്നുണ്ടായി. 1-2 പേര് കേട്ടു. അതുപോലെ എൻ്റെ പുറകിൽ വന്നിട്ടുന്നൊരു പയ്യനാണ്. അവൻ ആദ്യം ഇതുപോലെ ക്യൂ തെറ്റിച്ച് കയറാൻ നോക്കിയതാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞപ്പം പിന്നെ ഞങ്ങളുടെ പുറകെ തന്നെ കൂടി. അപ്പം അവനെയും ചെറിയ പയ്യനായിരുന്നു, അവനെയും ക്ലൈംബ് ചെയ്യാനൊക്കെ ഞങ്ങൾ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് കുറച്ച് മുമ്പിലുണ്ട്. എങ്ങനെയെങ്കിലും ഒരു സേഫ് ഏരിയ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം. ഈ ലാഡറുകളും അതുപോലെ ഈ സേഫ്റ്റി ബാരിയേഴ്സ് വെച്ചേക്കുന്നതിന് വലിയ ഉറപ്പൊന്നുമില്ല. എല്ലാം കുറച്ച് പഴയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു പരിധി കൂടുതൽ ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ എൻഷുർ ചെയ്യണം. ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ട്രെക്കിംഗ് ഡ്രസ്സൊക്കെ ഇടാമെന്നാണ് ഓർത്തിരുന്നത്. പക്ഷേ താഴത്തെ ആ ക്രൗഡൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊന്നും മാറാൻ നിൽക്കാതെ നേരെ കയറുമായിരുന്നു ചെയ്തത്. അപ്പോൾ എന്തായാലും ആ ഒരു തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് അധികം വേർക്കും ഒത്തിരി ക്ഷീണമൊന്നും ഫീൽ ചെയ്തില്ല. ആ ഒരു തിരക്കിൽ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ സ്റ്റെബിലൈസേഷൻ മോഡ് ഓണാക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഫുട്ടേജസൊക്കെ കുറച്ച് ഷെയ്ക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു ട്രക്കിംഗ് എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും കുറച്ചധികം ഷെയ്ക്ക് ചില ഫുട്ടേജസിനുണ്ട്. അപ്പം അത് നിങ്ങൾ ഇത്തവണ എന്നോട് ക്ഷമിക്കണം. ഇതൊരു അമ്പല പരിസരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചൊക്കെയാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ ട്രെക്കിംഗ് ചെയ്യാൻ വരുവാണെങ്കിലും അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ആർക്കും ഒരു ശല്യം ഉണ്ടാകാതെ പ്രോപ്പറായിട്ട് ട്രെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ പ്ലാസ്റ്റിക് താഴെ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ടോപ്പിലൊക്കെ ഒരുപാട് ചെറിയ കടകളുള്ളതുകൊണ്ട് ഇവിടുന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഒരുപാട് പേര് ഡിസ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഈവൻ പ്രാർത്ഥിക്കാൻ വരുന്നവർ പോലും തിരിച്ചിറങ്ങുമ്പം മൊബൈലിൽ പാട്ടൊക്കെ ഇട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാകാതെ നമ്മൾ ഏറ്റവും പ്രോപ്പറായിട്ട് തന്നെ ഇവിടെ കയറാൻ ശ്രമിക്കുക. ഐതിഹ്യങ്ങൾ പ്രകാരം ഈ ഒരു മല സഞ്ജീവനി മലയുടെ ഒരു ഭാഗം തന്നെയാണ്. സഞ്ജീവനി മലയിലുള്ളത് പോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രത്യേകതകൾ, എസ്പെഷ്യലി ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് സസ്യങ്ങളൊക്കെ ഉള്ളൊരു മലയും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ പൊല്യൂട്ടഡ് ആകാതെ ഏറ്റവും നന്നായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്.
സൺറൈസൊക്കെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ചൂടായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്താണ് വന്നത്. പക്ഷേ ഇവിടെ കയറിയത് തൊട്ട് ഇറങ്ങുന്നത് വരെ മൊത്തം കോടയായിരുന്നു. അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഞാൻ മുമ്പേ കാണിച്ച ഒരു ലാഡറിൽ ക്ലൈംബ് ചെയ്യുന്നത് നമ്മൾ ഒരു വഴി കൂടെ ഇറങ്ങി വേറൊരു വഴി കൂടിയാണ് തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു മലയുടെ ഇരുവശങ്ങളിലുമായിട്ട് ഈ ഒരു ഇറങ്ങുന്ന ലാഡറുണ്ട്. ഈ ഒരു മലയിലെ മെയിൻ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നത് പൗർണമി ദിനത്തിലാണ്. അതുപോലെ തന്നെ വീക്കെൻഡുകളാണെങ്കിലും ഈ ഒരു മാസങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാർ കാണും. അപ്പം നിങ്ങളൊരു ഇടദിവസമൊക്കെ നോക്കി വരുവാണെങ്കിൽ ഇത്രയും ക്രൗഡ് ഉണ്ടാകത്തില്ല. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വീണ്ടും വന്ന വഴി തന്നെ തിരിച്ചെത്തി. ഇവിടെ താഴെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ആ ബേസിലുള്ള ആ ടെമ്പിൾ മൊത്തം ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യണം. അവിടെയും ഒരുപാട് പേരിങ്ങനെ വന്ന് വിസിറ്റ് ചെയ്യുന്നതാണ്. അവിടുന്ന് വീണ്ടും നമുക്ക് ഷെയർ ആയിട്ട് എടുത്ത് തന്നെ തെന്മത്തിമംഗലം പോയിട്ട് അവിടുന്ന് ബസ്സിന് നമുക്ക് തിരുവണ്ണാമലയിൽ പോകണം. തിരുവണ്ണാമലയിൽ ഞങ്ങൾ ഏകദേശം ഒരു 3:15 ആയപ്പോൾ എത്തി. 3:20, 3:30 റേഞ്ചിൽ ഒരു സേലം ബസ്സുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ഇതുപോലെ കാഞ്ചീപുരം നിന്ന് സേലം പോകുന്ന ബസ്സായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പ്രസ് ബസ്സിൽ കയറി ഞങ്ങൾ സേലത്ത് രാത്രി എത്തി. ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തായിട്ട് കുറേയധികം ഫുഡ് സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയി ഞങ്ങൾ ഹെവി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. കാരണം ഞങ്ങൾ പ്രോപ്പറായിട്ട് അങ്ങനെ ഒന്നും തന്നെ കഴിച്ചിട്ടില്ലായിരുന്നു. ഇനഫായിട്ടുള്ള വെള്ളം ഞങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ സ്നാക്സ് മാത്രമാണ് കഴിച്ചത്. എങ്ങൊന്നും ടൈം കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് എങ്ങൊന്നും കഴിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടുന്ന് വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി 10:30 സേലത്തു നിന്ന് ഞങ്ങളുടെ റിട്ടേൺ ട്രെയിൻ. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കേരള എക്സ്പ്രസ് ട്രെയിനിന് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഈ യാത്രയെല്ലാം ചേർത്ത് ഏകദേശം ഒരു 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ലോ ബഡ്ജറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ട്രക്കിംഗ് ആണിത്. അപ്പോൾ അടുത്തൊരു ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.